നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. മുൻ മുഖ്യമന്ത്രി സി അച്യുതമേനോന്റെ പ്രതിമ വഹിച്ചുള്ള സ്മൃതിയാത്രയ്ക്ക് പട്ടാമ്പിയിൽ സ്വീകരണം നൽകി. പയ്യന്നൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കാണ് സ്മൃതിയാത്ര നടത്തുന്നത്. 6 പതിറ്റാണ്ടുകാലത്തോളം കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ പ്രഗത്ഭനായ ഭരണാധികാരി സഖാവ് സി അച്യുതമേനോന്റെ പൂർണ്ണകായിക പ്രതിമ മുൻ മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുതമേനോന്റെ പ്രതിമയുമായുള്ള സ്മൃതിയാത്രയ്ക്കാണ് പട്ടാമ്പിയിൽ സ്വീകരണം നൽകിയത്. പയ്യന്നൂരിൽ നിന്നുമാണ് സ്മൃതിയാത്ര ആരംഭിച്ചത്. വിവിധ ജില്ലകളിലെ പര്യടനത്തിന് ശേഷമാണ് യാത്ര പാലക്കാട് ജില്ലയിലേക്ക് പ്രവേശിച്ചത്. ജില്ലാതല സ്വീകരണമായിരുന്നു പട്ടാമ്പിയിൽ നൽകിയത്. മേലെ പട്ടാമ്പിയിൽ നിന്നും യാത്രയെ സ്വീകരിച്ചാനയിച്ചു. കേരളത്തിന്റെ വികസന ചരിത്രം സി അച്യുതമേനോനിലൂടെയായിരുന്നുവെന്ന് ജാഥാ ക്യാപ്റ്റനും CPI ദേശീയ കൗൺസിൽ അംഗവുമായ KP രാജേന്ദ്രൻ പട്ടാമ്പി നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കവേ പറഞ്ഞു. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊച്ചി രാജ്യത്ത് കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു. കർഷക പ്രക്ഷോഭത്തിൽ പങ്കാളി, അദ്ദേഹം കർഷകരുടെ വലിയ നേതാവായിരുന്നു. അന്നത്തെ കർഷക സംഘത്തിന്റെ സംഘാടകനും പ്രക്ഷോഭകാരിയായിരുന്നു അച്യുതമേനോൻ. കൊച്ചി രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് ഒരു കമ്മിറ്റി വന്നപ്പോൾ അച്യുതമേനോൻ കൊച്ചി രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയായി. മലബാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണമായി, തിരുവിതാംകൂറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണമായി. പിന്നീടുള്ള ഒരു ഘട്ടത്തിൽ തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരുമിച്ച് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തി. യോഗത്തിൽ മുഹമ്മദ് മുഹസിൻ MLA അധ്യക്ഷനായിരുന്നു. നേതാക്കളായ KP സുരേഷ് രാജ്, OK സേതലവി, ജാഥ അംഗങ്ങളായ സത്യൻ മൊകേരി, TV ബാലൻ, EC ബിജിമോൾ, TT ജിസ്മോൻ, P കബീർ തുടങ്ങിയവരും പങ്കെടുത്തു. തുടർന്ന് യാത്ര തൃശൂർ ജില്ലയിലേക്ക് പ്രവേശിച്ചു. തിരുവനന്തപുരം നഗരത്തിലെ മ്യൂസിയത്തിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിൽ ഈ മാസം 30-ന് പ്രതിമ സ്ഥാപിക്കും. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതിമ അനാച്ഛാദനം ചെയ്യും. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡ് വണ്ടിപ്പറമ്പ് ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി NS വർഗീസിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി കൺവെൻഷൻ നടത്തി. മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്തു. UDF ചെയർമാൻ MP കുഞ്ഞിക്കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. മുൻ MP രമ്യ ഹരിദാസ് മുഖ്യപ്രഭാഷണം നടത്തി. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, മുൻ MLA അനിൽ അക്കര, രാജേന്ദ്രൻ അരങ്ങത്ത്, NK സുധീർ, കോൺഗ്രസ് നേതാക്കളായ ജോണി മണിച്ചിറ, PA ഷാനവാസ്, മുസ്ലിം ലീഗ് മുള്ളൂർക്കര പഞ്ചായത്ത് പ്രസിഡന്റ് KMA ബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. UDF ജനറൽ കൺവീനർ KA മുഹിയുദ്ദീൻ സ്വാഗതവും സ്ഥാനാർത്ഥി NS വർഗീസ് നന്ദിയും പറഞ്ഞു. സ്ത്രീകളടക്കമുള്ള 100 കണക്കിന് UDF പ്രവർത്തകർ പങ്കെടുത്തു. ജൂലൈ 30-നാണ് തെരഞ്ഞെടുപ്പ്. LDF വാർഡംഗം കുഞ്ഞു മുഹമ്മദ് നിര്യാതനായതിനെ തുടർന്നാണ് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. ഇന്ന് AI ക്യാമറയുമായി ബന്ധപ്പെട്ട അഴിമതിയുടെ ഒടുക്കം നിങ്ങൾ ചെന്നെത്തുന്നതിന്റെ ഒറിജിനേറ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് മകന്റെ ഭാര്യയുടെ പിതാവാണ് അതിന്റെ പണം കൈപ്പറ്റുന്ന വ്യക്തി എന്ന് പറയുന്നത്. മകന്റെ ഭാര്യയുടെ പിതാവ്. മകള് കൈകാര്യം ചെയ്യുന്ന അഴിമതിയുടെ ഒരു ലിസ്റ്റുണ്ട്, മകൻ കൈകാര്യം ചെയ്യുന്ന അഴിമതിയുടെ ഒരു ലിസ്റ്റുണ്ട്. അത് കൂടാതെ ഇപ്പോൾ മകന്റെ ഭാര്യാപിതാവ് അടക്കം പിണറായി വിജയന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടവരെല്ലാവരും ഇങ്ങനെ വിവിധങ്ങളായ അഴിമതികൾ കൈകാര്യം ചെയ്ത് നടക്കുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ കാണുന്നത്. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം LDFന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. വണ്ടിപ്പറമ്പിൽ നടന്ന പൊതുയോഗം CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം V രഘു അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സേവ്യർ ചിറ്റിലപ്പള്ളി MLA, KV നഫീസ, വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി KK മുരളീധരൻ, CPI ജില്ലാ കൗൺസിൽ അംഗം അരുൺ കാളിയത്ത്, CPM മുള്ളൂർക്കര ലോക്കൽ സെക്രട്ടറി MH അബ്ദുൾ സലാം, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത്, വൈസ് പ്രസിഡന്റ് BK തങ്കപ്പൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MA നസീബ തുടങ്ങിയവർ പങ്കെടുത്തു. വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഉൾക്കൊള്ളുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒന്നാണ് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്. നമ്മുടെ സംസ്ഥാനത്തെ ഏതായാലും ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ, ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളിലെല്ലാമായി 30-ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ മാത്രമായിട്ട് 3 ഉപതെരഞ്ഞെടുപ്പുകളാണ് ഇവിടെ ഈ 30-ന് മുള്ളൂർക്കര പഞ്ചായത്തിൽ നടക്കുന്ന 11-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ്.
ചെറുതുരുത്തി കലാമണ്ഡലത്തിലെ മുൻ സൂപ്രണ്ടും കഥകളിയെ വിദേശ രാജ്യങ്ങളിൽ പരിചയപ്പെടുത്താൻ മുൻപന്തിയിൽ നിന്ന പരേതനായ കിള്ളിമംഗലം വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ എഴുത്തുകളും പ്രഭാഷണങ്ങളും അടങ്ങുന്ന ഗ്രന്ഥം അഭിജ്ഞാനത്തിന്റെ പ്രകാശനം നടന്നു. കിള്ളിമംഗലം ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ നടത്തിയ ചടങ്ങിൽ പുസ്തകരൂപത്തിലാക്കാൻ സഹായിച്ച കലാമണ്ഡലം MPS നമ്പൂതിരിയെ ആദരിച്ചു. പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ UR പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റും വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ മകനുമായ കുഞ്ഞു വാസുദേവൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിച്ചു. കേരള കലാമണ്ഡലം മുൻ വൈസ് ചാൻസലർ ഡോക്ടർ KG പൗലോസ് പുസ്തകം കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ P രാജേഷ് കുമാറിന് നൽകി പ്രകാശനം ചെയ്തു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, കലാമണ്ഡലം മുൻ വൈസ് ചാൻസലർ ഡോക്ടർ MV നാരായണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിർമ്മല രവികുമാർ, പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാമദാസ് കാറാത്ത്, KV സതീശൻ, KV പ്രകാശൻ, തലപ്പിള്ളി ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് PK ഗോപാലൻ, MN ബാർജിലാൽ, K വിജയനന്ദ് തുടങ്ങിയവർ സംസാരിച്ചു. വായനശാല ഭരണസമിതി അംഗം സുരേഷ് കാളിയത്ത് സ്വാഗതവും വായനശാല ജോയിന്റ് സെക്രട്ടറി V പ്രമോദ് നന്ദിയും പറഞ്ഞു. തുടർന്ന് കലാമണ്ഡലം കൃഷ്ണേന്ദുവിന്റെ നേതൃത്വത്തിൽ നരസിംഹാവതാരം നങ്ങ്യാർകൂത്ത് അരങ്ങിലെത്തി. നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ന് കലയുമായി ബന്ധപ്പെട്ട് പുതിയ തലമുറകൾ എത്രത്തോളം അവരതിൽ താല്പര്യം കാണിച്ച് കയറി വരുന്നുണ്ട്. ഈ കയറി വന്ന കലാകാരന്മാർ എത്ര പേർ അത് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. ചില തടസ്സങ്ങൾ അവരെ ഈ സമൂഹത്തിൽ അരുതാത്ത ചില പ്രവർത്തനങ്ങൾ കലയുമായി ബന്ധപ്പെട്ട് ആ ചെറുപ്പക്കാരെ വഴിതിരിച്ച് കൊണ്ടുപോകുന്നു എന്നൊരു വലിയൊരു തലവേദന ഉണ്ട്. കലയുമായി ബന്ധപ്പെട്ട് ഒരു ചെറുപ്പക്കാരൻ ആ കലയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ മുതിർന്നവരെ ബഹുമാനിക്കാനും മറ്റുള്ളവരെ ഒന്ന് മനുഷ്യനാണെന്ന് പരിഗണിക്കാനുമെല്ലാം ഉതകുന്ന വലിയ ഒരു ആയുധമാണ് കല. CCTV ന്യൂസ് തളി. പട്ടാമ്പി പടിഞ്ഞാറെ മഠം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം നടത്തി. 80ഓളം കുട്ടികൾ പങ്കെടുത്തു. പട്ടാമ്പി പടിഞ്ഞാറെ മഠം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായാണ് രാമായണ പ്രശ്നോത്തരി സംഘടിപ്പിച്ചത്. LP, UP, ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾക്കായാണ് പ്രശ്നോത്തരി മത്സരം ഒരുക്കിയത്. വിജയൻ P പട്ടാമ്പി മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മനസ്സിനെ കരുത്താർജിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ, ഭക്തിപരമായ പ്രവർത്തനങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളും എല്ലാ സഭകളും സംഘങ്ങളും ഏറ്റെടുത്ത് നടത്തുകയാണ്. മനുഷ്യന്റെ മനസ്സിനെ ശക്തമാക്കാനുള്ള ഒരു ഉപാധിയാണ് ദേവാലയം. ഏത് ആപത്ഘട്ടങ്ങളിലും ഏത് വിഷമഘട്ടങ്ങളിലും നമ്മൾ അമ്പലത്തിലെത്തി പ്രാർത്ഥിക്കാറില്ല. എന്താണ് കാരണം? നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ നമുക്ക് പറ്റുന്നില്ല. അതിനൊരു അത്താണിയായിട്ടാണ് നമ്മൾ അമ്പലങ്ങളെ കാണുന്നത്. അപ്പോൾ ഈ ദേവാലയവും ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ ഒട്ടും പിറകിലല്ല. ആദ്യമായി തന്നെ പ്രഭാഷണങ്ങളും ഇതേമാതിരി ആദ്യമായി നടത്തുന്ന കുട്ടികൾക്കുള്ള ഈ ക്വിസ് പ്രോഗ്രാം, പ്രശ്നോത്തരി, അത് നടത്താൻ സന്നദ്ധ കാണിച്ച ഈ ദേവസ്വം ഭാരവാഹികളെ ഞാൻ അകമഴിഞ്ഞ് അഭിനന്ദിക്കുകയാണ്. ട്രസ്റ്റി ബോർഡ് ചെയർമാൻ വേണുഗോപാലൻ അധ്യക്ഷനായിരുന്നു. K രാമകൃഷ്ണൻ, അഡ്വക്കേറ്റ് സിനി, PK മോഹൻദാസ്, KC ഗിരീഷ്, സജീവൻ നമ്പൂതിരി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പി, തൃത്താല ഉപജില്ലകളിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുമായി 80ലധികം കുട്ടികളാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുത്തത്. ജയികൾക്കുള്ള സമ്മാനങ്ങൾ മേൽശാന്തി സജീവൻ നമ്പൂതിരി സമ്മാനിച്ചു. കൂറ്റനാട് ടൗണിൽ വഴിയാത്രക്കാർക്ക് അപകട ഭീഷണിയായി നിന്നിരുന്ന മരങ്ങൾ വെട്ടിമാറ്റി. നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് നടപടി. കൂറ്റനാട് പട്ടാമ്പി റോഡരികിലെ 4ഓളം മരങ്ങളാണ് വെട്ടിമാറ്റിയത്. നാഗലശ്ശേരി പഞ്ചായത്തിന്റെ നേതൃത്വത്തിലായിരുന്നു നടപടി. സുഫൈലിനും കുടുംബത്തിനും ഇനി ജപ്തി ഭീഷണിയില്ലാതെ അന്തിയുറങ്ങാം. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഇടപെടലിലൂടെ തിരികെ ലഭിച്ച വീടിന്റെ ആധാരം ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മൻ കൈമാറി. ദേശമംഗലം പള്ളം പ്രദേശത്തെ പൂർണ്ണമായും കാഴ്ച നഷ്ടപ്പെട്ട സുഫൈലിന്റെയും കുടുംബത്തിന്റെയും വീടിന്റെയും സ്ഥലത്തിന്റെയും ആധാരമാണ് പള്ളത്തെ വസതിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ മറിയ ഉമ്മൻ നൽകിയത്. സുഫൈലിന്റെ കുടുംബത്തിന്റെ ചികിത്സാ ചെലവിനും പൊട്ടിവീഴാറായ വീട് റിപ്പയർ ചെയ്യാനുമായി ദേശമംഗലം സർവീസ് സഹകരണ ബാങ്കിൽ വീടും സ്ഥലവും പണയം വെച്ച് ഏകദേശം 3 ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നു. കോവിഡ് മൂലമുണ്ടായിരുന്ന ചെറിയ ജോലിയും നഷ്ടപ്പെട്ടപ്പോൾ പൂർണ്ണമായും കുടുംബം പട്ടിണിയിലായി. ജനസമ്പർക്ക പരിപാടി മുതൽ ഉമ്മൻചാണ്ടിയുമായി ബന്ധമുണ്ടായിരുന്ന സുഫൈൽ
ഉമ്മൻചാണ്ടിയെ വിളിക്കുകയും സഹായം തേടുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഇടപെടലിൽ വീട്ടിലേക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ ഉടനടി എത്തിക്കുകയും ജപ്തി നടപടി ഒഴിവാക്കാൻ വേണ്ട നടപടി സ്വീകരിക്കാൻ കോൺഗ്രസ് നേതാക്കളെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് ഏകദേശം 5.5 ലക്ഷം രൂപ 2 ഗഡുക്കളായി അടച്ചുകൊണ്ട് ആധാരം തിരികെയെടുത്തു. ഉമ്മൻചാണ്ടിയുടെ കൈകളിൽ നിന്നും നേരിട്ട് വീടിന്റെ ആധാരം മേടിക്കണമെന്ന ആഗ്രഹത്താലാണ് ഇത്രയും നീണ്ടുപോയത്. സുഫൈലിനും കുടുംബത്തിനും ആ കർമ്മയോഗി നൽകിയ പുതുജീവിതത്തിന്റെ രേഖകൾ നൽകാൻ ഉമ്മൻചാണ്ടിയുടെ മകൾ നേരിട്ട് വന്നത് കാലത്തിന്റെ കാവ്യനീതിയായി. വള്ളത്തോൾ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അണയാത്ത സൂര്യൻ എന്ന 10 ദിന പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് ആധാരം നൽകിയത്. സുഫൈലിന്റെ പള്ളത്തെ വസതിയിൽ ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടന്നു. തുടർന്ന് ഒരുക്കിയ ചടങ്ങിൽ മറിയ ഉമ്മൻ സുഫൈലിനും കുടുംബത്തിനും ആധാരം കൈമാറി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷാനവാസ് അധ്യക്ഷനായ ചടങ്ങിൽ DCC സെക്രട്ടറി P സുലൈമാൻ, മണ്ഡലം പ്രസിഡന്റ് മഹേഷ് വെളുത്തെടുത്ത്, ലക്ഷ്മണൻ, K പ്രേമൻ, സണ്ണി, അബ്ദുള്ള, ഷറഫുദ്ദീൻ തങ്ങൾ, മായ ഉദയൻ, സൈദലവി തുടങ്ങിയവർ സംസാരിച്ചു. കേരള പാക്കനാർ സംഘത്തിന്റെ കുടുംബ സംഗമവും അനുമോദന സദസ്സും പട്ടാമ്പിയിൽ നടന്നു. എഴുത്തുകാരൻ സണ്ണി M കപ്പിക്കാട് സംഗമം ഉദ്ഘാടനം ചെയ്തു. കേരള പാക്കനാർ സംഘം പട്ടാമ്പി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പട്ടാമ്പിയിൽ കുടുംബസംഗമവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചത്. ദളിത് സമുദായ മുന്നണി സംസ്ഥാന ചെയർമാൻ സണ്ണി M കാപ്പിക്കാട് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. ദളിത് വിദ്യാർത്ഥികളെ വിദേശത്ത് പഠിപ്പിക്കണമെന്നും വിദ്യാഭ്യാസം ആധുനിക കാലത്തെ വളർച്ചയുടെ ലക്ഷണമാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു. ഭൂതകാലത്തെക്കുറിച്ച് പേർക്കും വെറുതെ അഭിനയിച്ചുകൊണ്ടിരിക്കുക, ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠപ്പെട്ടുകൊണ്ടിരിക്കുക. അതിനപ്പുറം നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മൾ ആസ് എ ഹ്യൂമൻ ബീയിങ്, ഒരു മനുഷ്യൻ എന്ന നിലക്ക്, മനുഷ്യ ജന്തു എന്ന നിലക്ക് നമുക്ക് സ്വയം മനസ്സിലാക്കുവാൻ, ഞാൻ ആരാണ് എന്ന് മനസ്സിലാക്കുവാൻ, അവിടെ നിന്നുകൊണ്ട് എനിക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് തീർച്ചപ്പെടുത്തുവാനും അത് ചെയ്യുവാനുള്ള പ്രയത്നത്തിൽ ഏർപ്പെടുവാനും അതിൻ്റെ ഒരു ഇച്ഛാശക്തി മനസ്സിൽ സൂക്ഷിക്കാനും കഴിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ വ്യക്തികളായി മാറുന്നത്. ആ നിലക്കാണ് നമ്മൾ ചരിത്രത്തെ മനസ്സിലാക്കുന്നത്. ആൾക്കൂട്ടം ചെയ്തെടുക്കേണ്ട എന്തെങ്കിലും കാര്യമായിട്ട് നമ്മൾ കാണേണ്ടത്. കേരള പാക്കനാർ സംഘം പ്രസിഡന്റ് KP കുട്ടപ്പൻ അധ്യക്ഷനായിരുന്നു. പിന്നണി ഗായകൻ മണികണ്ഠൻ പെരുമ്പടമ്പ് വിശിഷ്ടാതിഥിയായി. KP വേലായുധൻ, ശങ്കരനാരായണൻ പാലൂർ, ഡോക്ടർ M രാമചന്ദ്രൻ, U ബാലകൃഷ്ണൻ, KP മനോജ്, ഗിരിജ മണികണ്ഠൻ, സുരേന്ദ്രൻ സാംബവൻ, KP ഗോപിനാഥൻ, V നാരായണൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. വിവിധ രംഗങ്ങളിൽ ശ്രദ്ധേയവരെയും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും ചടങ്ങിൽ ആദരിച്ചു. വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. നാട്ടുകലാകാരക്കൂട്ടം പട്ടാമ്പി താലൂക്ക് കമ്മിറ്റിയും രതീഷ് തിരുവരങ്കൻ സഹായ സമിതിയും ചേർന്ന് രതീഷ് തിരുവരങ്കൻ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു. കൂറ്റനാട് വാവന്നൂർ സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങ് തദ്ദേശ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് പുല്ലൂടിയിൽ സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. അറബുട്ടാളു തൊടിതാളത്തിൽ പങ്കെടുത്ത കലാകാരന്മാർക്കുള്ള ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ് സർട്ടിഫിക്കറ്റ് വിതരണവും രതീഷ് സഹായനിധി സമാഹരണ തുക വിതരണവും ചടങ്ങിൽ വെച്ച് മന്ത്രി നിർവഹിച്ചു. നാഗലശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷഹീദ റിയാസ്, നാട്ടുകലാകാരക്കൂട്ടം സംസ്ഥാന സമിതി രക്ഷാധികാരി രമേശ് കരിന്തലക്കൂട്ടം, സെക്രട്ടറി ബൈജു തൈവമക്കൾ, സിനിമാ പിന്നണി ഗായകനും പാലക്കാട് ജില്ലാ സെക്രട്ടറിയുമായ പ്രണവം ശശി, സിനിമാ പിന്നണി ഗായികയും നാടൻപാട്ട് കലാകാരിയുമായ പ്രസീത ചാലക്കുടി, എറണാകുളം ജില്ലാ സെക്രട്ടറി പ്രശാന്ത് പങ്കൻ എന്നിവർ സംസാരിച്ചു. പട്ടാമ്പി താലൂക്ക് സെക്രട്ടറി മനോജ് പുനർജനി സ്വാഗതവും കുടുംബസഹായ സമിതി അംഗം കുട്ടൻ വയലി നന്ദിയും പറഞ്ഞു. സമിതി അംഗം സുരേഷ് കരിന്തലക്കൂട്ടം, രജനി കോഴിക്കോട്, രതീഷിൻ്റെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവരും മറ്റ് കലാകാരന്മാരും പങ്കെടുത്തു. CCTV ന്യൂസ് തളി. പെരിങ്ങോട് ശ്രീ മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തോടനുബന്ധിച്ച് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഭഗവത് സേവയും നടന്നു. ക്ഷേത്രം തന്ത്രി താത്താണത്തു മനയ്ക്കൽ നാരായണൻ നമ്പൂതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി കക്കാട് മനയ്ക്കൽ ജാതാവേദൻ നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിലാണ് വിശേഷാൽ പൂജകളും കർമ്മങ്ങളും നടന്നത്. പെരിങ്ങോട് ഉണ്ണികൃഷ്ണനും സംഘവും കേളി അവതരിപ്പിച്ചു. വൈകിട്ട് ലളിത സഹസ്രനാമത്തോടെ വിശേഷാൽ ഭഗവത് സേവ നടന്നു. രാവിലെയും വൈകിട്ടും ഭക്തജനങ്ങൾക്ക് അന്നദാനവും ഉണ്ട്. ചാലിശ്ശേരി പഞ്ചായത്ത് കൃഷിഭവനിൽ കോക്കനട്ട് കൗൺസിൽ പദ്ധതിയിലൂടെ 50% സബ്സിഡിയായി WCT തെങ്ങിൻ തൈകൾ വിതരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് സാഹിറ ഖാദർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ ചെയർപേഴ്സൺ നിഷ അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ സുദർശൻ രാമകൃഷ്ണൻ, പഞ്ചായത്ത് മെമ്പർമാർ, കൃഷി അസിസ്റ്റന്റ് ഓഫീസർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. സബ്സിഡിയില്ലാത്ത T&D തെങ്ങിൻ തൈകളും മോഹിത് നഗർ കൗങ്ങിൻ തൈകളും കൃഷിഭവനിൽ വിതരണം നടക്കുന്നുണ്ട്. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.